വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വിയർപ്പിന്റെ ഉപ്പരസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരമുള്ളതാക്കി തീർക്കുന്ന ഒരു തണൽ മരമാണ്. ഒരു ഉപ്പാപ്പിക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന പുസ്തകത്തിലെ ഒരു കുരുവിയുടെ കരച്ചിൽ എന്ന കഥ. ഉണ്ണികൃഷ്ണന് 5 or 6 വയസ്സായി കാണും. അക്കാലത്ത് അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ. അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ. അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. Reading the ancient treasure in memory of P.N. Pandya, the father of library movement in Kerala. ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഞാൻ പിച്ചവെച്ച് തുടങ്ങിയത് ഈ വിദ്യാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ്. അതേ വിദ്യാലയത്തിൽ എന്റെ മകളുടെ കൈപിടിച്ച് വരാൻ സാധിച്ചു. അതേ വിദ്യാലയത്തിൽ ഞാൻ ഇന്ന് അവളുടെ കൂടെ ആയിരിക്കുന്നു. ഒരുപാട് സ്നേഹസ്മരണകൾ മനസ്സിൽ നിറയ്ക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഞാനിവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾക്കായിട്ട് കവിതാരചനാ മത്സരം നടത്തിയിരുന്നു. അന്ന് അതിൽ പങ്കെടുത്തതും സമ്മാനാർഹയായതും ഇതുപോലൊരു വേദിയിൽ വെച്ച് സമ്മാനം വാങ്ങിയതും അതെല്ലാം വളരെ കോയിൻസിഡൻസ് പോലെ ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളെ അവരുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുവാൻ ഇവിടെ നിന്ന് കൊടുക്കുന്ന പ്രചോദനവും അതുപോലെ തന്നെ പരിശീലനവും എന്നും ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ പഠിച്ചു പോയവരുടെ മുഴുവനും കൂടിയായിരിക്കും. അപ്പോ അമ്മമാർക്ക് വേണ്ടി, പാരന്റ്സിന് വേണ്ടി ഇതുപോലൊരു മത്സരം ഇവിടെ സംഘടിപ്പിച്ച് ഹെഡ് മിസ്ട്രസിന് പ്രത്യേകം നന്ദി പറയുന്നു.